വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ പോയട്രി സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് സരോജിനി നായിഡുവിൻ്റെ കോറോമാൻഡൽ ഫിഷേഴ്സ് എന്ന് പറയുന്ന പോയാണ്. അപ്പോൾ 19th സെഞ്ച്വറി മുതൽ തന്നെ ഡെറോസിയോ, ടോറുദിത്ത് പോലെയുള്ള കവികളിലൂടെ ഇന്ത്യൻ ഇംഗ്ലീഷ് കവിത തുടക്കം കുറിച്ചു. അപ്പോൾ അവർ പ്രധാനമായിട്ടും കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് ഇന്ത്യൻ എക്സ്പീരിയൻസും ഇമോഷൻസും എല്ലാം തുറന്ന് കാണിക്കുക. അതിനൊരു വഴിയായിട്ടാണ് അവർ കവിതയെ ഉപയോഗിച്ചിരുന്നത്. അതായത് ഇന്ത്യയിലെ അനുഭവങ്ങൾ, ഇന്ത്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സംസ്കാരമാണെങ്കിലും ചരിത്രമാണെങ്കിലും അനുഭവങ്ങളാണെങ്കിലും എല്ലാം കവിതയിലൂടെ ആവിഷ്കരിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു അന്ന് അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് ഫ്രീഡം സ്ട്രഗിൾ ആ ഒരു കഴിഞ്ഞ സമയത്ത് സരോജിനി നായിഡു പോലെയുള്ളവർ ദേശീയത ഉണർത്തുക അല്ലെങ്കിൽ ദേശസ്നേഹം മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവരുടെ കവിതകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ബഹസ്വരത, അതുപോലെ ഈ പോസ്റ്റ് കൊളോണിയൽ ഐഡൻറ്റിറ്റി, അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും അതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ അറിയുന്നതല്ലേ. അപ്പോൾ ആ ഒരു വിഭജനത്തിൻ്റെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പരിസ്ഥിതി, അതുപോലെ ലിംഗസമത്വം, നഗരജീവിതം, ഇവയെല്ലാം ഇങ്ങനെ കവിതയിലൂടെ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് സാങ്കേതിക വിദ്യയും ഇന്ത്യൻ ശൈലിയും ചേർത്ത് വെച്ചിട്ട് ഒരു പുതിയ ഇന്ത്യൻ ഇംഗ്ലീഷ് ശബ്ദമാണ് ഈ കവിതയിലൂടെ വരുന്നത്. സരോജിനി നായിഡു, ദി നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. നമുക്കറിയാം സരോജിനി നായിഡു പോയിറ്റാണ്, അതുപോലെ ഫ്രീഡം ഫൈറ്ററാണ്. ടാഗോറിനെ പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള കവികളൊക്കെ സരോജിനി നായിഡുയുടെ കവിതകളെയും പേഴ്സണാലിറ്റിയും ഒക്കെ പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷി ബിഗാൻ റൈറ്റിംഗ് അറ്റ് ഏജ് 12. ഹെർ തീംസ് നേച്ചർ, ലവ്, ഡെത്ത്, നാഷണലിസം, വിമൻസ് റൈറ്റ്സ്. അപ്പോൾ പ്രകൃതിയും മരണവും പ്രണയവും ദേശീയതയും സ്ത്രീ അവകാശങ്ങളും എല്ലാം അവരുടെ നായിഡുവിൻ്റെ കവിതയിലെ പ്രധാന വിഷയങ്ങളായിരുന്നു. സരോജിനി നായിഡുയുടെ ഫേമസ് ആയിട്ടുള്ളൊരു കവിതയാണ് കോറോമാൻഡൽ ഫിഷേഴ്സ്. ദ ഗോൾഡൻ ത്രെഷോൾഡിലാണ് ഈ ഒരു കവിത വന്നിട്ടുള്ളത്. ഇപ്പോൾ കോറോമാൻഡൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ഈ ഒരു കവിതയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് പുറമേ ഒരു തൊഴിൽ വിവരണം എന്നതാണെങ്കിൽ കൂടി നമുക്ക് കവിതയിലൂടെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനുള്ളൊരു ആഹ്വാനമായിട്ടാണ്. അതായത് പ്രത്യക്ഷത്തിൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഡെയിലി സ്ട്രഗിൾസ് വിത്ത് ദ സീ, പക്ഷേ ഇറ്റ് ഓൾസോ വർക്ക്സ് ആസ് ആൻ അലിഗറി ഫോർ ഇന്ത്യസ് ഫ്രീഡം മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ നിസ്സാരമാണെന്ന് തോന്നുന്ന പല കവിതയിലൂടെയും വലിയ ആശയങ്ങൾ നൽകുന്ന രീതിയാണ് മിക്കപ്പോഴും ആ ഒരു കാലഘട്ടത്തിലെ റൈറ്റേഴ്സിൻ്റെ മിക്ക കവിതകളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം തന്നെയാണ് സരോജിനി നായിഡുവിൻ്റെ ദി കോറോമാൻഡൽ ഫിഷേഴ്സ് എന്ന് പറയുന്നത്. കോറോമാൻഡൽ ഫിഷേഴ്സ് എന്ന് പറയുന്ന കവിത വളരെ ലളിതമായ ഒരു ആശയമാണെങ്കിൽ കൂടി അതിനകത്ത് ഇന്നർ മീനിങ്ങിലൂടെ പോകുന്ന സമയത്ത്, ഇൻഡെപ്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ മനസ്സിലാവുന്നുണ്ട്. പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് റൈസ് ബ്രദേഴ്സ് റൈസ് എന്നുള്ള ഒരു ലൈനിലൂടെയാണ്, ഒരു ആഹ്വാനത്തിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ പ്രഭാതത്തെ വളരെ മനോഹരമായിട്ടാണ് നായിഡു വർണ്ണിക്കുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ വല ശേഖരിച്ച് കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ച. പിന്നെ തങ്ങളെ കടലിൻ്റെ രാജാക്കന്മാരെന്നാണ് വിളിക്കുന്നത്. കടലൊരു അമ്മയായിട്ടും മേഘം സഹോദരനായിട്ടും തിരകൾ കൂട്ടാളികളായിട്ടുമാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. എത്ര അപകടമുണ്ടെങ്കിലും ദൈവം കാത്തുകൊള്ളും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവരുടെ ഓരോ ദിവസങ്ങളും അവർ തുടങ്ങുന്നത്. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് കംഫർട്ട് ഓഫ് ലാൻഡ്, അതുപോലെ തെങ്ങിൻ ചോലകൾ, മാമ്പഴത്തിൻ്റെ മണം, ഇതിനേക്കാളെല്ലാം മധുരം കടലിൻ്റെ തിരയും നിരയുമാണ് എന്ന് പറയുന്ന ഇത് നമുക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണത് ഒരു മനുഷ്യനിക്ക് നേരത്തെ പറഞ്ഞ തെങ്ങിൻ ചോലയും മാമ്പഴത്തിൻ്റെ മണവുമുള്ള സാധാരണ ഒരു മനുഷ്യൻ്റെ ഇഷ്ടങ്ങളേക്കാൾ കൂടുതൽ എങ്ങനെയാണ് മധുരം, അതിനേക്കാൾ മധുരം ഒരു കടലിൻ്റെ തിരയും നിരയുമാണ് എന്ന് ചിന്തിക്കാൻ എങ്ങനെയാണ് അവർക്ക് കഴിയുക നമുക്ക് തോന്നും. അപ്പോൾ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെ ഒരുപാട് അർത്ഥങ്ങൾ നായിഡു ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ ഏറ്റവും അവസാനം ആകാശവും കടലും കൂടിച്ചേരുന്നിടത്തേക്ക് തുഴയുക എന്ന് പറയുന്ന ഒരു വരികളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ നെറ്റ് ഉണ്ടല്ലോ, അവരുപയോഗിക്കുന്ന വലക ഒരു സംഘടനയാണ്. കടൽ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. ചക്രവാളം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രതീകാത്മകമായിട്ടാണ് കവിത എഴുതിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടിമത്തത്തേക്കാൾ കഠിനമായ പോരാട്ടം തന്നെയാണ് നല്ലത് എന്നൊരു സന്ദേശത്തോടു കൂടിയിട്ടാണ് കവിത അവസാനിക്കുന്നത്.
കവിതയിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ ധൈര്യം, അതായത് എത്ര ആപത്ത് മുന്നിൽ വന്നാലും അതിനെ നേരിടാൻ കഴിയുമെന്നുള്ള അവരുടെ ഒരു ആത്മവിശ്വാസവും ധൈര്യവും. ദെൻ കമ്മ്യൂണിറ്റി ലൈഫ്, അതായത് ഇപ്പോൾ എല്ലാവരും ഒപ്പം പോകുന്നു, ഒപ്പം ജോലി ചെയ്യുന്നു, ഒപ്പം തിരിച്ചു വരുന്നു, അങ്ങനെ പരസ്പരം സൗഹൃദകരമായ ഒരു ജീവിതാന്തരീക്ഷം. അതുപോലെ തന്നെ വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന കടലിൻ്റെ ഭംഗി. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായി എഴുതിയിട്ടുള്ള സരോജിനി നായിഡു അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് കവിതയുടെ ഒരു പ്രധാനപ്പെട്ട തീം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി നിങ്ങളിവിടെ ആവർത്തിച്ച് മനസ്സിലാക്കൂ. ഈ നെറ്റ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫോർ റെസിസ്റ്റൻസ്, അതായത് ഒരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് എഴുതിയിരിക്കുന്ന ഒരു കവിതയായതുകൊണ്ട് തന്നെ നമ്മൾ ഈ കവിതയെ മറ്റൊരു രീതിയിലേക്ക് വായിക്കുകയാണെങ്കിൽ ഇവിടെ നെറ്റ്സ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ നെറ്റ്സിനെ ഇവിടെ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന നെറ്റായിട്ടും, അതുപോലെ സി എന്ന് പറയുന്ന അവരുടെ വഴിയായിട്ടും, അതുപോലെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ ഭക്ഷണം എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമയത്ത് ഒരു ഫ്രീഡം സ്ട്രഗിളിൻ്റെ ആ ഒരു സമയത്ത് എഴുതിയൊരു കവിത, അപ്പോൾ അതിനെ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫോർ റെസിസ്റ്റൻസ് അല്ലേ, ഒരു പ്രതിരോധമാണ്. അതുപോലെ തന്നെ ഒരു സംഘടന, എന്തിനു വേണ്ടിയിട്ട്, നമ്മളിങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സി എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹൊറൈസൺ, ഗോൾ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇവിടെ നേരത്തെ നമ്മൾ ഹൊറൈസൺ എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം ഏതാണെന്ന് നമ്മൾ സാധാരണക്കാരുടെ ജീവിത ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വീണ്ടും ഈ ഒരു കവിതയിലേക്ക് ആഴത്തിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അന്നത്തെ ഈ അടിമത്തത്തേക്കാൾ നല്ലത് കഠിനമായ പോരാട്ടം തന്നെയാണ് നല്ലത് എന്ന് നമുക്ക് കവിതയിലൂടെ മനസ്സിലാകുന്നത് എപ്പോഴാണ്, നേരത്തെ പറഞ്ഞ കടലിലൂടെയുള്ള യാത്ര, അത്രയും ബുദ്ധിമുട്ടുള്ള യാത്ര, അവർ അത്രയും സ്ട്രഗിൾ ചെയ്ത് പോകുന്നുണ്ട്, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നുണ്ട് എന്നതുപോലെ തന്നെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് അവർ ബുദ്ധിമുട്ടുന്നതും അവർ അറിയുന്നതും മനസ്സിലാകുന്നതും ഒക്കെ ഏറ്റവും ഒടുവിലുള്ള മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് സ്വാതന്ത്ര്യം തന്നെയാണ്, അതിനു വേണ്ടി പോരാടുക തന്നെയാണ് എന്നുള്ള അവരുടെ ഉറച്ച വിശ്വാസമാണ് നമുക്ക് കവിതയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിട്ടിക്കലി നമ്മൾ ഈ പോയത്തിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് പോയം ഈസ് എ മാസ്റ്റർ പീസ് ഓഫ് ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. ടെക്നിക്കൽ ഫീച്ചേഴ്സ് അനാപസ്റ്റിക് റിതം, മിമിക്സ് വേവ്സ് ആൻഡ് ഓസ്, പേഴ്സോണിഫിക്കേഷൻ, അതുപോലെ മ്യൂസിക്കാലിറ്റി, കമ്പാനിങ് ഇംഗ്ലീഷ് റൊമാൻറ്റിക് ട്രഡീഷൻ പ്ലസ് ഇന്ത്യൻ ഓറൽ സോങ്സ്. ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതയുടെ ഒരു മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ. അപ്പോൾ താളം ഇതിനകത്ത് തിരയുടെ ഒഴുക്ക് പോലെ, അതുപോലെ പ്രതീകാത്മകമായി പറയുന്നുണ്ട് പ്രകൃതിയെ മനുഷ്യവൽക്കരിച്ചു, അത് ഒരു പ്രതീകമാണ് അവിടെ. പിന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദേശീയ ഉണർവ്, അതുപോലെ തൊഴിലിൻ്റെ അന്തസ്സ്, ഏത് തൊഴിലിനും അതിൻ്റേതായ വാല്യൂ ഉണ്ടല്ലോ, പിന്നെ ഐക്യം, പ്രകൃതിയുമായിട്ടുള്ള അവരുടെ ആ ഒരു ഇണങ്ങിച്ചേരൽ, യോജിപ്പ്, ഇതെല്ലാം അവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ലിംഗ്വിസ്റ്റിക് ഇന്നോവേഷൻ നോക്കുന്ന സമയത്ത് സിമ്പിൾ യെറ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ്, ലോക്കൽ ഇമേജറി ലൈക്ക് മാംഗോ ഗ്രോവ് ആൻഡ് കോക്കനട്ട് ട്രീസ്, മേക്കിംഗ് ഇറ്റ് ആക്സസിബിൾ ടു ബോത്ത് റൂറൽ ആൻഡ് അർബൻ റീഡേഴ്സ്. അതായത് വളരെ സിമ്പിളായ ലളിതമായ എന്നാൽ ആഴമുള്ളതുമായ ഒരു ഗ്രാമീണ നഗര വായനക്കാർക്ക് ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കവിത ഇപ്പം നമ്മളൊരു കൂട്ടായ പ്രവർത്തനങ്ങൾ, അതുപോലെ പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക നീതി, ഇവ ആ ഒരു രീതിയിലൊക്കെ ഈ കവിത വളരെയധികം പ്രചോദനമാണ്. അപ്പോൾ സൗന്ദര്യവും സാമൂഹിക പ്രതിബദ്ധതയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് കവിതയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സരോജിനി നായിഡുവിൻ്റെ കോറമാൻഡൽ ഫിഷേഴ്സ് എന്ന് പറയുന്ന പോയത്തിലുള്ളത്.